ഹായ്. അങ്ങനെ നമ്മൾ വയനാട്ടിലെ കാഴ്ചകൾ കണ്ട് കണ്ട് നമ്മളങ്ങനെ നമ്മുടെ 5-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ വയനാട്ടിലെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബാണാസുര ഡാമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാണാസുര ഡാമിലേക്ക് വന്ന് നമുക്ക് പാർക്കിംഗ് ഏരിയ ഇനി താഴെയാണ്. ഇവിടെ നമുക്ക് ഡാമിലേക്ക് 1 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അപ്പോൾ നമ്മുടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ റോഡ് സൈഡിൽ നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഉപ്പിലിട്ടതും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉള്ള ഷോപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ ബാണാസുര ഡാമിലേക്ക് നമുക്ക് പോകാനുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്ന് ചെല്ലുകയാണ്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ കയാങ്ങിങ് കാര്യങ്ങൾ, ഷിക്കാര ബോട്ട്, പെഡൽ ബോട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് അവിടെ ഉണ്ട്. നമുക്കതിന് പ്രത്യേകം വേറെ ഇതെടുക്കണം. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുക 40 രൂപയാണ്. മുതിർന്നവർക്ക് 40, കുട്ടികൾക്ക് 20 രൂപയൊക്കെയാണ്. ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ നടന്ന് മേളിലോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഹൊറർ ഹൗസാണ്. അപ്പോൾ ഹൊറർ ഹൗസ് കയറണമെങ്കിൽ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാർണിവൽ ഗെയിംസ് എന്ന് പറയുന്നൊരു കാണാം. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ കയറിയില്ല. അപ്പോൾ നേരെ നമ്മൾ മുകളിലോട്ട് തന്നെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഐ ലവ് വയനാട് എന്ന് കാണാം. അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബാണാസുര ഡാമിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു പാർക്കാണ്, കുട്ടികളുടെ പാർക്ക്. അവിടെ നമുക്ക് കാണാം. അവിടെ കുറേ കുട്ടികളും മാതാപിതാക്കളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം മേളിലോട്ട്. നമുക്ക് നടന്നു പോകുന്നില്ല. നടന്നു പോവുകയാണെങ്കിൽ നേരെ അങ്ങ് നടന്നാൽ മതി. നമ്മൾ വണ്ടി പോകാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 25 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡാം ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് KSEB ആണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അവരോട്ട് 25ൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവരെ KSEBയുടെ ഷട്ടിൽ സർവീസിൽ കയറി നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. നടക്കാനാണെങ്കിൽ 1 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പം വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്ഥലമൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് നടന്ന് പതുക്കെ പോകാം. ചെറിയ കയറ്റം ഉള്ളതുകൊണ്ടാണ് മിക്ക ആൾക്കാരും വണ്ടി തന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചിന്ന സമയം ഇച്ചിരി ഉച്ച സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിക്കകത്തിരുന്ന് നമ്മൾ ആ ബാണാസുര ഡാമിനോട്ട് അടുത്തോട്ട് ചെല്ലുന്നതോറുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ബാണാസുര ഡാമിന് മുകളിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ സൈഡിലായിട്ടൊരു വെയിറ്റ് ഷെഡ് കാണാം. ഇവിടെ ഡാം കണ്ടു കഴിഞ്ഞവരൊക്കെ വന്നിരിക്കും. നമ്മൾ ഈ വന്ന വണ്ടിയിൽ അവർ തിരിച്ച് താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ഡാം കാണാൻ വേണ്ടി നടന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് തൊട്ടടുത്തൊരു വിസിറ്റിംഗ് ടൈമിൻ്റെ ബോർഡ് കാണാം. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6:15 വരെ നമുക്കിവിടെ വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം വന്ന റോഡാണ് ഈ കാണുന്നത്. കുറേ പേര് കൂട്ടമായി വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡാമിൻ്റെ ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു വൈഡ് സീൻ നമ്മൾ അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അപ്പം ഈ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഈ വയനാട്ടിൽ എത്തുന്ന ഭൂരിഭാഗം ആളുകളും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ബാണാസുര സാഗർ ഡാം. മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ 2ാം സ്ഥാനത്തുള്ള ഡാമാണ് ഇത്. 1979 കാലഘട്ടത്തിലാണ് ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. ഈ ഒരു അണക്കെട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് പേർ തിങ്ങി താമസിച്ച വയനാട്ടിലെ തന്നെ അറിയപ്പെടുന്ന താരിയോട് ടൗൺ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇത്. അണക്കെട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ ഒരു ഡാമിൽ വെള്ളം കുറയുന്ന സമയത്ത് ആ പഴയ ടൗണും അതുപോലെ അതിൻ്റെ റോഡുകളും കെട്ടിടങ്ങളും ആശുപത്രിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മുകളിലൊക്കെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു ഡാം ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിയാടി ജലവൈദ്യുതി പദ്ധതിയിലേക്കും അതുപോലെ വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ഡാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു അതിമനോഹരമായ കാഴ്ചയും കാര്യങ്ങളും നമ്മൾ ഡാമിൽ കണ്ട് തിരിച്ചു പോവുകയാണ്.